അടിമകളുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ദീനിൽ എത്ര വലിയ മാർഗദർശനങ്ങൾ, എത്ര മഹത്വകരമായ കാര്യങ്ങളാണ് പഠിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ഇവിടെ കേൾപ്പിച്ചത്. ഇവിടെ അവസാനം നോക്കി നിങ്ങൾ, 3 വിഷയങ്ങളിൽ കളി പാടില്ല, തമാശ പാടില്ല. ആ 3 വിഷയങ്ങളിൽ ഒന്ന് ത്വലാഖാണ്, പിന്നെ ഒന്ന് നിക്കാഹാണ്, പിന്നെ ഒന്ന് അടിമമോചനാണ്. സലാസുൻ ലാ യജൂസുൽ ലഅബു ഫീഹിന്ന എന്നാണ്. 3 കാര്യങ്ങളിൽ വിനോദം പാടില്ല, കളി പാടില്ല. സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ എന്നാണ്. 3 കാര്യങ്ങളിൽ കളിയാണ്, കളി കാര്യമാണ്, കാര്യവും കാര്യമാണ് എന്നാണ്. അതിൽ കളിയും കാര്യമാണ്. എന്താ വിഷയം? ഒന്ന് തലാഖ്, നിക്കാഹ്, ഇത്ഖ്. ഒരാൾ തൻ്റെ അടിമയുടെ വിഷയത്തിൽ അവൻ മോചിതമാണ് എന്ന് തമാശക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ അടിമയോട് തന്നെ നീ മോചിതമാണ് എന്ന് പറഞ്ഞെങ്കിൽ മോചിതമാണ്, അടിമ സ്വതന്ത്രനായി. പിന്നെ അടിമയായി വെക്കാൻ പറ്റൂല എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ഉണർത്തിയത് ഈ അടിമകളുടെ വിഷയത്തിൽ ഉള്ള അവരുടെ മോചനത്തിൻ്റെ വിഷയത്തിൽ പരിശ്രമിക്കുക, പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ വഫിർ റിഖാബ്, അതാണല്ലോ നമ്മുടെ വചനം. ആ റിഖാബിൽ നമ്മൾ പരിശ്രമിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അത് വലിയ പുണ്യമാണ്. അടിമകളുടെ വിഷയത്തിലുള്ള പരിശ്രമങ്ങൾ, പ്രത്യേകിച്ച് സ്വത്ത് വിനിയോഗിച്ചുകൊണ്ട്, സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ട്. വആതൽ മാല അലാ ഹുബ്ബിഹി, സ്വത്തിനോട് ഇഷ്ടമുള്ളതോടൊപ്പം ആ സ്വത്ത് നൽകുകയും ചെയ്യുന്നു. ഏത് വിഷയത്തിൽ? ഫിർ റിഖാബ്, അടിമകളുടെ വിഷയത്തിൽ. അടിമകളുടെ മോചനത്തിന്, അവരുടെ സ്വാതന്ത്ര്യത്തിന് ധനം വിനിയോഗിക്കുന്നതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ പറയുന്നത്. ഏതൊക്കെ മേഖലയിലൂടെ എങ്ങനെയൊക്കെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പങ്കാളിയാകാൻ പറ്റും, സമ്പത്ത് വിനിയോഗിക്കാൻ പറ്റും, അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ 12 ഉദാഹരണങ്ങളെ കേൾപ്പിച്ചത്. ഒപ്പം നമ്മുടെ ദീനുൽ ഇസ്ലാം ഈ ഒരു വിഷയത്തിൽ എത്ര ശ്രദ്ധയൂന്നി, അതിനെത്ര പ്രാധാന്യം കൽപ്പിച്ചു. അടിമകൾ ആരായിരുന്നു? സാമൂഹ്യ ശ്രേണിയിൽ ഒരു വിലയും നിലയും കൽപ്പിക്കപ്പെടാതെ യജമാനന്മാരുടെ ആജ്ഞാനുവർത്തികളായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട്, അർഹതകൾ ഹനിക്കപ്പെട്ട്, ബന്ധനങ്ങളിൽ ജീവിതം ഹോമിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് ഇങ്ങനെ മോചിതരാവാൻ, രക്ഷപ്പെടാൻ ഇസ്ലാം വഴിയൊരുക്കിയത്. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ പടിപടിയായി അത്ഭുതകരമായ വിധം അടിമകൾ ശോഷിക്കുകയും എണ്ണം കുറയുകയും പരിമിതപ്പെടുകയും പിന്നീട് അടിമകളില്ലാത്ത ഒരു കാലം വരുന്നത്, അടിമകളായവർ ഉടമകളായി, അടിമകൾക്ക് ഭരണം പോലും കൈവരും വിധം ചരിത്രം അടിമകൾക്ക് വഴിമാറിയത്. അടിമകൾ പതിതരായി പണിയെടുത്തിരുന്ന ഒരു കാലം അതായിരുന്നു തിരുനിയോഗം വരെ. എന്നാൽ തിരുനിയോഗ ശേഷം പിന്നെ ഈ അടിമകളാണ് നേതാക്കന്മാർ. വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ വിശിഷ്യ വിശ്വാസ സമൂഹത്തിൽ മാതൃകാപുരുഷന്മാരായി പരിലസിച്ചവർ. അടിമകളാണ് പല ഹദീസ് പണ്ഡിതന്മാരും, അടിമകളായിരുന്നു പല ഫുഖഹാക്കളും, അടിമകളായിരുന്നു ഏറെക്കുറെ ഹദീസിൻ്റെ റാവിമാർ, നിവേദക ശൃംഖലയിലെ കണ്ണികൾ. പല രാജാക്കന്മാരും പല ഇമാംമാരും അടിമകളുടെ മക്കളാണ്. അലി സൈനുൽ ആബിദീൻ ഒരു അടിമ സ്ത്രീയിൽ ജനിച്ച മഹാനാണ്. സാലിം ഇബ്നു അബ്ദുല്ല ഇബ്നു ഉമർ ഒരു അടിമ സ്ത്രീയിൽ ജനിച്ച മഹാനാണ്. അൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീബക്കർ ഒരടിമ സ്ത്രീയിൽ ജനിച്ച മഹാനാണ്. ഖാസിമും സാലിമും അലി സൈനുൽ ആബിദീനുമൊക്കെ ചരിത്രത്തിൽ ആരാ? അവർ ജീവിച്ച നാളിൽ അവരെപ്പോലെ മഹാന്മാർ വിരളമായിരുന്നു. എങ്ങനെ ഇതൊക്കെ സാധ്യമായി? അടിമകളുടെ ചരിത്രത്തിൽ ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അത് സാധ്യമായത് അടിമകളുടെ വിഷയത്തിൽ ഇസ്ലാം ഇவ்விധം മനസ്സ് വെച്ചതിനാലും ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ ഇപ്രകാരം അവതരിപ്പിക്കുകയും ചെയ്തതിനാലാണ്. ഒരു വ്യക്തി തനിക്ക് ഏറ്റവും സ്വാർത്ഥമായതാണ് അയാളുടെ സ്വത്ത്. അറബി ഭാഷയിൽ അൽമാൽ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് ചായുകയും എപ്പോഴും തനിക്ക് വേണമെന്ന നിലക്ക് ആർത്തി പൂണ്ട് അരിക്കാക്കുകയും ചെയ്യുന്നതിനാലാണ്. മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് അൽമാൽ എന്നുള്ളത് വന്നത്. ഒരു കവിതയുണ്ട്, റഅയ്തുന്നാസ ഖദ് മാലു ഇലാ മൻ ഇൻദഹു മാലു വമൻ ലാ ഇൻദഹു മാലു ഫഅൻഹുന്നാസു ഖദ് മാലു. റഅയ്തുന്നാസ്, ഞാൻ ജനങ്ങളെ കണ്ടു, ഖദ് മാലു, അവർ ചായുന്നതായി, ചെരിയുന്നതായി, പക്ഷം നിൽക്കുന്നതായി,
എവിടേക്ക്? ഇലാമൻ ഇൻദഹു മാലു, സ്വത്തുള്ളവനിലേക്ക്. വമൻ ലാ ഇൻദഹു മാലു, ആരുടെ അടുക്കൽ മാലില്ലേ, സ്വത്തില്ലേ, ഫഅൻഹുന്നാസ് ഖദ് മാലു, അവരിൽ നിന്ന് ജനങ്ങൾ തിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. സ്വത്തുള്ളിടത്തേക്ക് മനുഷ്യന്മാർ ചായും, സ്വത്തില്ലാത്തവരിൽ നിന്ന് മനുഷ്യന്മാർ പിരിഞ്ഞു പോകും. അതാണ് കവി പറയുന്നത്. ഇവിടെ റഅയ്തുന്നാസ ഖദ് മാലു ഇലാമൻ ഇൻദഹു മാലു, മാലുള്ളവരിലേക്ക് ജനങ്ങൾ മാലു എന്നാണ്, ചായുന്നു എന്നാണ്. അപ്പം മാല് എന്നതിൻ്റെ അർത്ഥം തന്നെ ചായുക, ചെരിയുക എന്നാണ്. മനുഷ്യപ്രകൃതിയുടെ പ്രത്യേകതയാണ് സ്വത്തിലേക്ക് വശീകൃതരാവുക, ചായുക എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വത്തിന് അൽ മാൽ എന്ന് പേര് വെച്ചത്. ഇവിടെ ഈ ആയത്തിൽ വആതൽ മാല അലാ ഹുബ്ബിഹി, വആതൽ മാൽ, പുണ്യാളൻ അവൻ നൽകുന്നു. എന്തിനെ നൽകുന്നു? അൽ മാൽ, മാലിനെ നൽകുന്നു, തനിക്ക് ഏറ്റവും സ്വാർത്ഥമായ സ്വത്തിനെ നൽകുന്നു. അലാ ഹുബ്ബിഹി, അതിനോട് ഇഷ്ടമുള്ള ഇമ്പമുള്ള അവസ്ഥയിൽ, അവസരത്തിൽ. എന്തിന് നൽകുന്നു? കണ്ടാ അള്ളാഹു പറഞ്ഞു, ദവിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ വബ്ന സബീൽ വസ്സായിലീൻ, ഇവർക്കൊക്കെ നൽകുന്നു. വഫിർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്നതിനും നൽകുന്നു. ഈ 5 കൂട്ടരെ പോലെയല്ല ഈ റിഖാബിൻ്റെ വിഷയം. റിഖാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിമകൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശ്രേണിയിൽ അവർ പറ്റേ പരിഗണന അർഹിക്കാത്തവരായി പതിതമായിട്ടുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും. അതാണ് ചരിത്രം. പക്ഷെ ഒരു വ്യക്തി അങ്ങനെ തൻ്റെ സ്വത്തെടുത്ത് അടിമകളെ മോചിപ്പിക്കുന്നു, അടിമകളെ മോചനത്തിന് സഹായിക്കുന്നു, അടിമകളെ വാങ്ങിക്കുന്നു, എന്നിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ അതെത്ര ഒരു ഉയർന്ന ദറജയും മക്കാമുമാണ്. നമ്മുടെ ദീനിൻ്റെ സൗന്ദര്യം, ഈ ഇസ്ലാമിൻ്റെ മഹത്വം, അത് ഇങ്ങനെയുള്ള നിദർശനങ്ങളിൽ നമ്മൾ നന്നായി വായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അനുബന്ധമായിട്ട് ഉണർത്താനുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം ആരുടേതാണ് പുണ്യം, ബിർറ്, അല്ലെങ്കിൽ ആരാണ് ബിർറ്, പുണ്യാളൻ, അത് പറഞ്ഞു. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, വിശ്വാസകാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് വരേണ്ട വിഷയം അത് നമ്മൾ പറഞ്ഞു. പിന്നെ ആരാണ് പുണ്യം, ബിർറ്, അല്ലെങ്കിൽ ആരുടേതാണ് ബിർറ്, ആ തുടർച്ചയിലാണ് ഇത് നമ്മൾ പഠിച്ചത്. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ എന്ന് തുടങ്ങിയിട്ട് വഫിർ റിഖാബ് വരെ പഠിച്ചത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് പുണ്യവും പുണ്യാളനും തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയും ചില വിഷയങ്ങൾ എണ്ണുന്നുണ്ട്. സമഗ്രമായി അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ബിർ, സുഹൃതം, സൽസ്വഭാവം, സന്മാർഗം, ഇതിനെ വിശദീകരിക്കുകയാണ്. അതിൽ ഇനി പറയാൻ പോകുന്ന വിഷയം അത് നിസ്കാരവുമായി ബന്ധപ്പെട്ട്, സകാത്തുമായി ബന്ധപ്പെട്ട്, അതേപോലെ മറ്റു ചില വിഷയങ്ങൾ കരാർ പാലനവും ക്ഷമയൊക്കെയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള എപ്പിസോഡിൽ അത് വിശദമായിട്ട് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.